4 പേരുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവ് സ്ഥിരം അപകട മേഖലയാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും നടപ്പായില്ല. ദേശീയപാത അതോറിറ്റിക്ക് എതിരെ വിമർശനവുമായി മന്ത്രി KB ഗണേഷ് കുമാറും രംഗത്ത് വന്നു. നിങ്ങൾ ഇവിടുത്തുകാരാണല്ലോ, എന്തൊക്കെയാണ് ഇവിടെ ഈ റോഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ചരിവ് തന്നെയാണ്. റോഡിന് ചരിവാണ്, പിന്നെ വലിയ കുന്നാണ്. അവിടെ നിന്ന് ലോറിക്കാർ ന്യൂട്രടിച്ച് വരും, ഭയങ്കര സ്പീഡിലാണ് ഇതിലേ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും. നമ്മൾ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് താൽക്കാലികമായി ചെയ്യും. ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ബോർഡുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡൊന്നും ഒരു പരിധിവരെ ലോറിക്കാരൊന്നും ശ്രദ്ധിക്കില്ല. ഈ ഹമ്പ് വെച്ചു, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹമ്പിൽ വന്നിട്ട് വീണ്ടും ആക്സിഡൻ്റ് ആയി. അപ്പോൾ അത് എടുത്ത് കളയണം. ഡിവൈഡർ മൊത്തം വണ്ടിക്കാർ ഓരോരുത്തർ ഇടിച്ചിട്ട് പോവുക ചെയ്ത്. ഇതുപോലെ നിരന്തരം ആക്സിഡൻ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എന്തേലും ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. താൽക്കാലികമായി ഒരു ബോർഡ് വെക്കുകയോ ഒരു ഡിവൈഡർ വെക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ റോഡ് ചെരിഞ്ഞുണ്ടാക്കിയതിൻ്റെ ചരിച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജ് അപ്പുറത്ത് ഒരെണ്ണം കൂടി വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. അതിനെ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടി ചെയ്തതാവാം. വെള്ളം ഒഴുകി വരാൻ വേണ്ടി ചെയ്തതാവാം. ഇവിടെ മഴക്കാലത്ത് കുത്തനെയായിട്ട് വെള്ളം ഒഴുകി വരുന്ന സംവിധാനമുണ്ട്. പിന്നെ ഉള്ളേരിയിൽ നിന്നൊക്കെ ഈ വലിയ റോഡുകളിൽ നിന്നൊക്കെ സ്പീഡിൽ വെള്ളം വരും. ഒരു റോഡിൽ വരുന്നതിനേക്കാളും, കാരണം സൈഡിൽ നിർത്തിയ ബൈക്കുകളടക്കം വീഴും. ഇതിന് പുറമെ കറക്റ്റ് ഒരു കൊല്ലം ആയേ ഉള്ളൂ. ഈ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലോറി ആക്സിഡൻ്റായി. എൻ്റെ കട എന്ന് പറയുന്നത് ഇതാണ്. ആ കടയിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. കുട്ടികൾ വന്നിട്ട് ഈ ഫിദ ഫാൻസിയുടെ അവിടെ എത്തിയായിരുന്നു. ഈ ഫിദ ഫാൻസി എന്ന് പറയുന്ന അവിടെ എത്തിയായിരുന്നു. കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഇടയിലാണ് അത് ആക്സിഡൻ്റായി. ആ കടയിൽ എന്നും വൈകുന്നേരത്ത് 4 മണി ആയി കഴിഞ്ഞാൽ ഫുൾ തിരക്കായിരിക്കും. അതിനിടയിലേക്കാണ് ആ വണ്ടി പറഞ്ഞത്. എന്തോ 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് കൂട്ടാം. 1 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ വലിയ അപകടമായേനെ. ഇത് നിരന്തരം നടക്കുക. പോലീസ് വണ്ടി പറഞ്ഞിട്ടുണ്ട്, അട്ടപ്പാടി SIയുടെ വണ്ടി മറ്റേ ആണ്, എനിക്ക് ഏതാണെന്നറിയില്ല. പോലീസ് വണ്ടി പറഞ്ഞിട്ടുണ്ട് രാത്രി. ഇതുപോലെ നിരന്തര ആക്സിഡൻ്റാണ് ഇവിടെ. ഞാൻ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. ലാസ്റ്റ് ആ 3ാമത് കയറ്റിയ കുട്ടി ഞാൻ എടുത്ത് കൊടുക്കുമ്പോഴടക്കം ഞാനും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ കൈ കൂടെയാണ് ആ കുട്ടിയെ പാസ് ചെയ്ത് ആംബുലൻസിലേക്ക് കയറ്റി വിട്ടത്. അപ്പോഴടക്കം ആ കുട്ടി ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരെ ആ കുട്ടി ജീവനുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ആ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആക്സിഡന്റിൽ സിമെന്റ് വണ്ടി നേരെ ഇവരുടെ മേലേക്ക് മറിഞ്ഞതുകൊണ്ട് കുറേ സമയം എടുക്കേണ്ടി വന്നു. ആംബുലൻസുകൾ പെട്ടെന്ന് എത്തിയെങ്കിലും ട്രെയിനുകൾ എടുത്ത് ആ വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത്രയും നേരം ആ കുട്ടികൾ ആ ലോറിക്കടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എടുക്കലൊക്കെ കൂടിയിട്ടായിരുന്നു കൂടുതൽ ആ കുട്ടികളുടെ ജീവൻ ഏകദേശം അബോധാവസ്ഥയിലായിരുന്നു. ആ ഒരു കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഏകദേശം അതായിരുന്നു. അബോധാവസ്ഥയല്ല, ഏകദേശം സ്പോട്ട് ഡെത്ത് എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഒരു കുട്ടീനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ ലോഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഒന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവ് തന്നെ ആയിരിക്കാം. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു. കയറ് മുറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെടുത്ത് 2 ക്രെയിനും ആദ്യം ഞങ്ങൾ നോക്കിയത് 2 ക്രെയിനും 2 JCBയും വെച്ചിട്ട് പൊക്കാൻ നോക്കി. ഈ സാധനം പൊന്തുന്നില്ല. അത്രയധികം ടണ്ണയിലുണ്ട്, സിമെൻറ്റ് വണ്ടിയാണ്, പൊക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പൊന്തി കിട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ജീവൻ കിട്ടിയാണ്. പിന്നെ ഞാനും വേറെ 1-2 പേര് കൂടി കൈ കൊണ്ട് മാന്തിയായിരുന്നു. കൈക്കോട്ടടക്കം അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. കൈ കൊണ്ട് മാന്തിയിട്ടായിരുന്നു ഞങ്ങൾ മണ്ണ് മാറ്റിയിട്ടാണ് ആ കുട്ടീനെ റിമൂവ് ചെയ്ത സമയത്ത് ഫയർഫോഴ്സുകാർ എത്തിയായിരുന്നു. പിന്നെ CPSഉം മറ്റേ ഇതൊക്കെ കൊടുത്തത് അവരാണ്.